അല്ല, സൗദിയിലേക്ക് ഭിക്ഷാടനത്തിന് പോയി എന്ന് പറയുമ്പോൾ ഇത് പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജിന്റെ വിസയ്ക്കും ഉംറ വിസയ്ക്കും ഒക്കെയാണ് പോയേക്കുന്നത്. തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് പോയിട്ട് അവിടുന്ന് മുങ്ങുക. പെഹൽഗാം ആക്രമണത്തോടുകൂടി തന്നെ പാകിസ്ഥാന്റെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. അത് ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇത് ലോകത്തിന്റെ മുമ്പിൽ പാകിസ്ഥാന് നാണക്കേടായെന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതൊരു അപകടകരമായ അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കാരണം പഠിച്ചിട്ട് ജോലി എടുക്കാൻ അങ്ങോട്ട് പോകാമെന്ന് എഴുതി കഴിഞ്ഞാൽ വിസ ബാൻ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതാണ്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കലാപത്തിനിറങ്ങും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, സൗദിയിലേക്ക് കുറേ പാകിസ്ഥാനികൾ ഭിക്ഷാടനത്തിനായിട്ട് പോയി എന്നും അവരെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് തന്നെ കയറ്റി അയച്ചതായിട്ടും അവർ യു എയിലേക്കും കുറേ അധികം ഭിക്ഷാടനത്തിന് ഇന്ത്യയൊക്കെ കയറ്റി അയക്കുന്നത് IT എക്സ്പേർട്ടുകളെയും നേഴ്സുമാരെയും ഒക്കെയാണ്. അപ്പോൾ പാകിസ്ഥാൻ കയറ്റി അയച്ചേക്കുന്നത് ഭിക്ഷക്കാരെയാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, സൗദിയിലേക്ക് ഭിക്ഷാടനത്തിന് പോയി എന്ന് പറയുമ്പോൾ ഇത് പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജിന്റെ വിസയ്ക്കും ഉംറ വിസയ്ക്കും ഒക്കെയാണ് പോയേക്കുന്നത്. തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് പോയിട്ട് അവിടുന്ന് മുങ്ങുക. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാരങ്ങനെ ഉംറയ്ക്കൊക്കെ പോയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇന്ത്യയിൽ നിന്നൊരു മനുഷ്യനും അങ്ങനെ പോകുന്നില്ല. ഉംറയ്ക്ക് പോകേണ്ടവൻ ഉംറയ്ക്കായിട്ട് പോകും, ഹജ്ജിന് പോകേണ്ടവൻ ഹജ്ജിനായിട്ട് പോകും. അത് കഴിഞ്ഞെങ്കിൽ തിരിച്ചു വരും. അല്ലാതെ ജോലി എടുക്കാൻ ഇപ്പം അങ്ങനെ പോകേണ്ട വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി തന്നെ പെഹൽഗാം ആക്രമണത്തോടുകൂടി തന്നെ പാകിസ്ഥാൻ്റെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. ഒന്നാലോചിക്കേണ്ടത് പാകിസ്ഥാൻ അകത്തുനിന്ന് BLAയുടെ പ്രശ്നം ഒരു വശത്ത്, അതിനകത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ, മറ്റേത് POKയിൽ പാക് ഒക്കുപ്പൈഡ് POKയ്ക്കകത്ത് അവിടെ പ്രശ്നം, അവിടെ ആഭ്യന്തര സംഘർഷം. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഉടക്ക്. അഫ്ഗാനിസ്ഥാൻ അവരുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചു. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുകയും ചെയ്തു. ഇവിടെ ഇരുന്ന് ചിലപ്പോൾ നമ്മൾ പറയും താലിബാൻ്റെ ആൾക്കാർ വന്നപ്പോൾ വനിതാ മാധ്യമ പ്രവർത്തകരെ പത്രസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്ന് പറയുമ്പം, കാരണം അവർക്ക് ധാരാളമായിട്ട് ആ താലിബാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നെന്താ, നമ്മൾ ചെയ്തത് ഈ താലിബാനെ പേടിച്ചിട്ടോ ബാക്കിയുള്ളതൊന്നുമല്ല. നമ്മൾ അവരോട് ആ സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് ത്രെട്ടായിട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ 4 വശത്തുനിന്നും ചുറ്റിക്കുക എന്നുള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടേ ഉള്ളൂ പാകിസ്ഥാൻ ഇപ്പോൾ കുറച്ചൊരു നല്ല ബന്ധത്തിൽ പോകുന്നത്. പിന്നെ ചൈനയുമായിട്ടും കുഴപ്പമില്ല. പക്ഷേ ചൈന ഇപ്പോൾ ഇന്ത്യയെ ഉറപ്പിക്കാൻ നിൽക്കുന്നില്ല. കാരണം കോവിഡിന് ശേഷം വന്നിട്ടുള്ള ജിയോ പൊളിറ്റിക്സിൽ വന്ന വലിയ മാറ്റം ചൈനക്കാർക്ക് അവരെ വേൾഡിലെ മാർക്കറ്റ് മുഴുവൻ കുറേ പോയി. അങ്ങനെയൊക്കെയുള്ള കുറേ, കാരണം ഒരു അപ്രഖ്യാപിത വിലക്ക് പല രാജ്യങ്ങളും അതിന് ശേഷം കൊറോണ വൈറസ് വുഹാനിൽ നിന്ന് പ്രചരിച്ചതിന് ശേഷം അവരങ്ങനെ നിലപാടെടുത്തപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധത്തിൽ പോകാനേ പറ്റുള്ളൂ. നമ്മുടെ പെഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് പോകുമ്പം ആകെ ശ്രദ്ധിക്കേണ്ടത് 2 രാജ്യങ്ങളാണ്. ഈ ചൈന പോലും പാകിസ്ഥാൻ്റെ കൂടെ നിന്നില്ല. ഈ സൗദി അറേബ്യ, UAE, അറബ് രാജ്യങ്ങളൊന്നും നിന്നില്ല. ആകെ തുർക്കിയും അസർബൈജാനും മാത്രമാണ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അസർബൈജാൻ അവിടെ ഒരു കുന്തവും ഇല്ല ഇങ്ങോട്ട് വിടാൻ, ആയുധങ്ങളും ഇല്ല, ഒന്നുമില്ല. അസർബൈജാൻ പട്ടിണി കിടക്കുക. പിന്നെ തുർക്കിയുടെ ആണെങ്കിൽ ഡ്രോണ് വിട്ടോ ഒന്നും ഇവിടോട്ട് എത്തിയതുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പം നമ്മൾ സേഫ് ആകുക എന്നുള്ളതാണ്. നമുക്ക് പാകിസ്ഥാനെ തകർക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷേ നമുക്ക് ഇങ്ങോട്ട് നേരെ നമ്മളെ അവരുടെ കരുത്ത് ചോർത്തിക്കളയുക. അതിനാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും POKയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ടായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ അവരുടെയും കൂടെ ബോർഡർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇത് ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാന് നാണക്കേടായെന്നുള്ളതാണ്. അതായത് വിസ ചട്ടം ലംഘിച്ച് രാജ്യത്ത് അനധികൃതമായി തങ്ങിയിട്ടും വിസ എടുത്തതിനും 56,000 പാകിസ്ഥാൻകാരെ നാട് കടത്തി സൗദി അറേബ്യ. അത് മാത്രമല്ല, ഇവർ കുറ്റകൃത്യങ്ങളിൽ ഭിക്ഷാടനം എന്ന് പറയുന്നത് അവിടെ അനുവദനീയമല്ല. അങ്ങനെ ഭിക്ഷയാചിക്കാൻ പാടില്ല അവിടെ. അത് ക്രിമിനൽ പ്രവൃത്തികളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പാകിസ്ഥാനികളായിട്ടുള്ള ഡ്രൈവർമാർ, പട്ടാണികൾ എനിക്ക് ഏറ്റവും വിശ്വസ്തരായിരുന്നു. സ്നേഹിച്ച ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതൊരു അപകടകരമായ അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കാരണം പഠിച്ചിട്ട് ജോലി എടുക്കാൻ അങ്ങോട്ട് പോകാമെന്ന് എഴുതി കഴിഞ്ഞാൽ വിസ ബാൻ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വിസ ബാൻ ചെയ്യുക എന്ന് പറയുമ്പം ഇപ്പം മൊത്തം സൗദിയും UAEയും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ 66,154 പാകിസ്ഥാനികളെയാണ് തിരിച്ചയച്ചേക്കുന്നത്. UAE ആണെങ്കിൽ അവർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തി. ഈ വിസ വിലക്ക് അഫ്ഗാനികൾക്കുണ്ട്. അഫ്ഗാനിസ്ഥാന് പുതിയ വിസയൊന്നും ഗൾഫ് രാജ്യങ്ങളും ഇഷ്യൂ ചെയ്യുന്നില്ല. ബംഗാളികൾക്കും ഇപ്പോൾ പുതിയ വിസ കൊടുക്കുന്നില്ല. അതേസമയം നേപ്പാളികൾ കൊടുക്കുന്നുണ്ട്. അവർ ചൈനക്കാർക്കും റഷ്യക്കാർക്കും അവിടെ ഈ ഗൾഫിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് വർക്കിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതിപ്പം ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ ജനറൽ റിഫാത്ത് മുക്താറാണ് പറഞ്ഞത്. 2025 ഇതുവരെ സൗദി അറേബ്യ മാത്രം 24,000 പേരെയാണ് പാകിസ്ഥാനികളെ തിരിച്ചയച്ചത്. UAE 6,000 പേരെ, അസർബൈജാൻ 2,500 പേരെ, ഒമാന്, ഇറാഖ്, ഖത്തർ, മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, ചില യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെ. ഇനി സോമാലിയെന്ന് കയറ്റി അയച്ചോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അത്രത്തോളം ഗതികേട്ടിലേക്ക് പോയോ എന്നുള്ളത്. സൗദി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീർത്ഥാടന വിസയ്ക്ക് വന്നിട്ട് രാജ്യത്ത്
തിരിച്ചു പോകാതെ അവിടെ പിന്നെ അനധികൃതമായിട്ടുള്ള ഏർപ്പാടുകൾ നടത്തുകയാണെങ്കിൽ ഉംറയ്ക്കും ഹജ്ജിനും വിസ കൊടുക്കില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഹജ്ജിനും ഉംറയ്ക്കും നമ്മുടെ കോട്ടയ്ക്കനുസരിച്ച് നമുക്ക് പോകാം. പക്ഷേ നമ്മൾ പോയിട്ട് മര്യാദയ്ക്ക് മതപരമായ ആചാരങ്ങളും കഴിഞ്ഞ് പിന്നെ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവരിങ്ങ് തിരിച്ചു വരുന്നു. മറ്റവരവിടെ ഇതിനല്ല പോകുന്നത്, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ചെന്നിട്ട് ഈ പരിപാടിയാണ് കാണിക്കുന്നത്. അവിടുത്തെ ഗതികേട് കൊണ്ടാണ്. അതാണ് അവിടെ ജീവിക്കാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ തെണ്ടി നടക്കാൻ വേണ്ടി വേറെ രാജ്യത്ത് പോകത്തില്ലല്ലോ. അവിടെ തെണ്ടി നടന്നൊന്നും കിട്ടത്തുമില്ല പാകിസ്ഥാനിൽ. കാരണം ആരാ എടുത്തു കൊടുക്കാൻ, എല്ലാവരും കഷ്ടത്തിലാണ്. പാകിസ്ഥാനെ ചില തെരുവോരങ്ങളൊക്കെ ഈ മറ്റേ ചില വ്ളോഗേഴ്സൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കഷ്ടം തോന്നിപ്പോകും. കാരണം സൊമാലിയേക്കാൾ ഭയങ്കരമായ കഷ്ടമാണ് അവിടുത്തെ. കാരണം ഭീകരവാദം നശിപ്പിച്ചൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതെ, അവരെ പിന്നെ അന്തഛിദ്രമായിട്ട് ഇതായി പോയതാണ്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഉംറയ്ക്കൊക്കെ പോകാൻ അങ്ങനെ തടസ്സം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ആലോചിക്കുക, അവിടുത്തെ വിശ്വാസികളായ ഇസ്ലാം മത വിശ്വാസികളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത്, ഉംറ ചെയ്യുക, ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അത് നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. സത്യസന്ധരായ തീർത്ഥാടകർക്ക് പോലും പോകാൻ പറ്റാതെ വരും. ഇവർക്ക് പറയത്തില്ലല്ലോ ആരാ നല്ലതിന് വരുന്ന, ആരാ ചീത്തയ്ക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് അവർ പോകുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഗറാജ് ആസിഫ് പിന്നെ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിസ കിട്ടാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളത് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. 2.2 കോടിയോളം, അതായത് 220 ലക്ഷം ആളുകൾ പാകിസ്ഥാനികൾ ഭിക്ഷ അയച്ചാണ് കഴിയുന്നത്. ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഭിക്ഷയെടുക്കുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയത് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. തെണ്ടി ജീവിക്കുകയാണെന്ന് പാകിസ്ഥാൻ. അത് അവർ സ്വയം അവരുടെ കയ്യിലിരിപ്പുണ്ടായതാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ഡിപ്പോസിറ്റുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ധാതു നിക്ഷേപങ്ങൾ ഇഷ്ടം പോലെ ഉള്ളതാണ്. കൃഷിക്ക് പറ്റിയ നല്ല അന്തരീക്ഷമുണ്ട്. പക്ഷേ കൃഷിക്ക് പറ്റിയ അന്തരീക്ഷം തകർക്കുക. ഇപ്പം ഇന്ത്യ പിന്നെ ഡാം കെട്ടി വെള്ളം തിരിച്ചു വിടുന്നു. അഫ്ഗാനിസ്ഥാനും ഡാം കെട്ടിയിട്ട്, അതായത് പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന മിനാർ നദി ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് പിന്നെ നേരെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നേരെ അഫ്ഗാനിസ്ഥാനകത്ത് എൻ്റർ ചെയ്യുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കൂടെ കിലോമീറ്ററുകൾ ഒഴുകിയിട്ടാണ് വീണ്ടും തിരിച്ച് പാകിസ്ഥാനിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ അവരവിടെ ഡാം കെട്ടാൻ പോവുക, അതായത് ഇവരെ വെള്ളം അവരെടുത്തുകൊണ്ടങ്ങ് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഇതൊരു പിന്നെ കൃഷി ചെയ്ത് പോലും ജീവിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് മാത്രമല്ല, പാകിസ്ഥാനി സെനറ്റർ റാണ മുഹമ്മദുൽ ഹസൻ അദ്ദേഹം പിന്നെ അവരെ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണല്ലോ, ഈ ഇന്ത്യ ചന്ദ്രനിലെത്തി, നമ്മൾ ഓരോ ദിവസവും പ്രതിസന്ധിയിലേക്ക് എത്തിയെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിസ കിട്ടാത്തൊരവസ്ഥ വരും എന്നുള്ളതാണ്. മാത്രമല്ല, മര്യാദയ്ക്ക് ജോലിയെടുക്കാൻ പാകിസ്ഥാനികൾക്ക് വിസ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ജോലി എടുക്കാൻ പോകുന്ന ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ജോലി എടുക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്കത് ദുബായിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനികൾക്കുള്ള വിസയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്. അതായത് പറഞ്ഞാൽ അപ്രഖ്യാപിത വിലക്കുണ്ട്. അവർ നിശ്ചിത എണ്ണം മാത്രം ചില കമ്പനികൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, വിസ അലോട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ എടുക്കുന്നില്ല. അഫ്ഗാനികളെ കുറേ നാളായിട്ടേ ഒഴിവാക്കിയിരിക്കുക. ബംഗാളികളെയും വല്ലാതെ അടുപ്പിക്കുന്നില്ല, ബംഗ്ലാദേശികളെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശികൾ അവിടെ വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള ജോലി ചെയ്യുന്ന വളരെ കുറച്ചെണ്ണേ ഉള്ളൂ. ബാക്കിയുള്ളവന് ഈ തമ്പാക്ക് കച്ചവടവും ബാക്കിയതും മറിച്ചതും ഒക്കെ ഈ ലഹരി പരിപാടിയാണ് നടത്തുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നവരും അവരാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത് 90% ലോകത്തെ ഭിക്ഷക്കാരിൽ പാകിസ്ഥാനികളാണ് ഏറ്റവും പുതിയ കണക്കുകൾ വന്നേക്കുന്നത്. അപ്പം ഇതൊക്കെ കൂടെ വരുമ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാണക്കേടിലേക്കാണ് പോകുന്നത്. ഒരു രാജ്യം പിന്നെ ഭിക്കാരി പാകിസ്ഥാൻ എന്നുള്ള പേര് വരുമോ? ഇങ്ങനെയും കൂടി ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ബംഗ്ലാദേശിനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ വെച്ച് നോക്കുമ്പം ഇന്തോനേഷ്യ, ഇന്ത്യയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് വിസ, ഹജ്ജ് വിസയും പിന്നെ ഉംറ വിസയും നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ആഗ്രഹത്തിന് പോലെ തടസ്സമാകുക. പിന്നെ അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് വരുന്നത്. ഇത് പിന്നെ ബംഗ്ലാദേശികൾക്കും ഈ പ്രശ്നമുണ്ട്. വല്ലാതെ വിസ അവർ അലോട്ട് ചെയ്യുന്നില്ല. ഹൗസ് മെയ്ഡൊക്കെ ആയിട്ട് ഇന്തോനേഷ്യക്കാരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്കിൽഡ് വർക്കിലേക്ക് ഇപ്പം ഫിലിപ്പീൻസിനെ നന്നായിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേപ്പാളികൾക്കും ലേബർ വിസയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നേപ്പാളികൾക്ക് ഈ തടസ്സമില്ല. അതേസമയം അഫ്ഗാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇത് മൂന്നുമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് അഫ്ഗാനെതിരെ ഏറെക്കുറെ സമ്പൂർണ്ണ വിലക്കുണ്ടായിരുന്നു. താലിബാൻ വന്ന സമയത്ത് താലിബാൻ്റെ നേതാക്കന്മാരെ എല്ലാം ഖത്തറിൽ കൊണ്ടേ താമസിപ്പിച്ചു. പക്ഷേ നാട്ടുകാരെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. കാരണം അടുപ്പിക്കാൻ പറ്റത്തില്ലെന്നറിയാം. ഇവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണമല്ലോ. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ടെറർ മൈൻഡുള്ള ആൾക്കാരാണ്. UAEയും സൗദിയും എന്തോ ആലോചിക്കുന്നത്, അവരുടെ നാട്ടിലൊരു കലാപം ഉണ്ടാവരുത്, അവർക്ക് ശാന്തമായിട്ട് ജീവിക്കണം. ആ ശാന്തമായി ജീവിക്കുന്ന അന്തരീക്ഷത്തിന്, സമാധാനപരമായ പൊതുജീവിതത്തിന് ഈ പാകിസ്ഥാനികളുടെ കടന്നുവരവ്, ഇങ്ങനെ അനധികൃതമായിട്ടുള്ള കടന്നുവരവ് തടസ്സമാകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പിന്നെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള ഈ രാജ്യങ്ങളൊന്നും ചൈന പോലും സഹായിച്ചില്ല. ഈ UAEയും ഈ സൗദി അറേബ്യ ഒന്നിനും പോയില്ല. ഇവരുടെ പിന്നെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ക്യാബിനറ്റിലുള്ള ഏതെങ്കിലും മന്ത്രിമാരെയാണ് വിടുന്നത്. അതേസമയം ഇപ്പം നരേന്ദ്രമോദിയൊക്കെ ചെല്ലുമ്പം സൽമാൻ രാജകുമാരനൊക്കെയാണ് സ്വീകരിക്കാൻ ചെല്ലുന്നത്. ഏറ്റവും വലിയ രീതിയിലുള്ള സ്വീകരണം ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ
ഇപ്പം ഭരിക്കുന്നത് ഇപ്പോൾ പ്രസിഡൻ്റാണോ അതോ അസീം മുനീറാണോ എന്നുള്ളതാണ് സംശയം. അസീം മുനീറിനെ പിന്നെ ഇപ്പോൾ ആകെ സ്വീകരിച്ചു ട്രംപ് കൊണ്ടുപോയിട്ട് വൈറ്റ് ഹൗസിൽ കൊണ്ടുപോയി പിന്നെ ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അസീം മുനീറിനെ അവിടെ സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് അനന്തര കാലഘട്ടത്തിൽ പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതാണ്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കലാപത്തിനിറങ്ങും. ഈ ജൻസി കാലഘട്ടമൊക്കെയാണ്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു വിപ്ലവം നടക്കും. ആ വിപ്ലവത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു, തകർന്നടിയുന്നു എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം ഒന്ന് അവരുടെ ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര സുരക്ഷയുടെയും കൂടെ പ്രശ്നമാണ്. അത് വെച്ചിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ. ഇവർ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ബഹിരാകാശത്ത് പോകുമ്പം ഇവരുടെ തെണ്ടി നടക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം അവരുടെ നേതൃത്വത്തിലില്ല എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾക്കുണ്ടാവും കേട്ടോ. ജനങ്ങൾക്ക് നിസ്സഹായര, അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കലാപം ഉണ്ടാവാനുള്ള സാധ്യത പോലും ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും BLAയുടെ ഇഷ്യൂ ഒരു വശത്ത്, POKയിലുള്ള ഇഷ്യൂ ഒരു വശത്ത്, അഫ്ഗാനുമായിട്ടുള്ള കോട്ടികളി വേറെ വശത്ത്. അപ്പോൾ അപ്പുറത്തെ അഫ്ഗാൻ്റെ അതിർത്തിയിലും പ്രശ്നം, ഇവിടെ ഇന്ത്യയുടെ അതിർത്തിയിലും പ്രശ്നം, ചുറ്റും പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് അവർ. പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ഇപ്പം ബംഗ്ലാദേശിൽ അനുനയത്തിൻ്റെ ഭാഷയിൽ പോകുന്നുണ്ട്. ബംഗ്ലാദേശിൽ അതിനേക്കാളും വലിയ പ്രശ്നമല്ലേ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കും നാണം കെട്ടു പോകുന്ന അവസ്ഥയിലേക്കും എത്തും എന്നുള്ളതാണ്. കാരണം വിസ ഇങ്ങനെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് പുറത്ത് പോയിട്ട് അവർ കാണുകയാണ് തൊട്ടിപ്പുറത്തുള്ള ഇന്ത്യക്കാരൻ ഗൾഫിൽ ഇഷ്ടം പോലെ പോകുന്നു, ജോലി ചെയ്യുന്നു, നമുക്ക് തടസ്സമില്ല, നമുക്ക് എവിടെയും പോകാനും പറ്റുന്നില്ല, ഇവിടെ ഒട്ട് ജീവിക്കാനുള്ള സാഹചര്യവും ഇല്ല. അങ്ങനെ വരുമ്പം അതൊരു വലിയ ഒരു രാഷ്ട്രീയ കലാപം ഉണ്ടാവും എന്നാണ് ഞാൻ അതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ പാകിസ്ഥാൻ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പോകുമ്പം പാകിസ്ഥാൻ വന്ന് ഇടിഞ്ഞു കാണുന്നു എന്നല്ലത്. അവിടുത്തെ സാധാരണ പാവപ്പെട്ട മനുഷ്യരും കൂടി കുടുങ്ങുന്നുണ്ടല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ.